Hi students, welcome back to the chapter, the continuation of the fifth chapter, Submit Within. Looking back, I find that I have not yet fully explained why I climbed Everest. It is like answering a question, why you breathe? Why do you help your neighbor? Why do you want to do good acts? There is no final answer possible. And then there is a fact that Everest is not just a physical climb. The man who has been the mountain top become conscious in special manner of his smallness in this large universe. The author looked back and discovered that he had not yet revealed why he actually climbed Everest. The author looked back and discovers that ഓതർ അതിന് എവറസ്റ്റിന്റെ കൊടുമുടിയുടെ മണ്ടയിൽ എത്തിക്കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കി ആൻഡ് ഹി ഹാഡ് നോട്ട് എറ്റ് റിവീൽ വൈ ഹി ആക്ച്വലി ക്ലൈംബ് എവറസ്റ്റ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എവറസ്റ്റ് കീഴടക്കാനുള്ള കാരണം എന്നുള്ളത് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല. ഹി കമ്പയർസ് ഇറ്റ് ബൈ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ആസ് ടു വൈ വൺ ബ്രീത്ത് ഓർ വൈ വൺ ഹെൽപ്സ് ദെയർ നൈബർ ഓർ വൈ വൺ ഡസ് എ ഗുഡ് ഡീഡ്. അദ്ദേഹം ആ ചോദ്യത്തെ എന്തുകൊണ്ടാണ് എവറസ്റ്റ് കീഴടക്കിയത് എന്ന ചോദ്യത്തെ മറ്റു ചില ചോദ്യങ്ങൾ കൊണ്ടാണ് മറികടന്നത്. ഏതൊക്കെയായിരുന്നു? ഹി കമ്പയർസ് ഇറ്റ് ബൈ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ആസ് വൈ വൺ ബ്രീത്ത്, എന്തുകൊണ്ടാണ് ഒരാൾ ശ്വാസം എടുക്കുന്നത്, ഓർ വൈ വൺ ഹെൽപ്സ് ദെയർ നൈബർ, എന്തുകൊണ്ടാണ് ഒരാൾ അയൽക്കാരനെ സഹായിക്കുന്നത്, ഓർ വൈ വൺ ഡസ് എ ഗുഡ് ഡീഡ്, ഒരാൾ എന്തുകൊണ്ടാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് ആൻ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് ഒരാൾ വായു ശ്വസിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ അയൽവാസിയെ സഹായിക്കുന്നത്, ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കണ്ടുപിടിക്കുക, മതിയായ ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ആണ് താങ്കൾ എവറസ്റ്റ് കീഴടക്കിയത് എന്നുള്ളത്. ഹി ഓൾസോ മെൻഷൻ ദ ഫാക്ട് ദാറ്റ് എവറസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ ക്ലൈംബ് but it changes the person in a way that make him aware how small he and his problems are in the infinite universe. He also mentioned that fact that Everest is not a physical climb. ഭൗതികമായിട്ട് കയറാനുള്ള ഒരു മൗണ്ടൻ മാത്രമല്ല, മറിച്ച് അത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി കഴിയുമ്പോൾ താങ്കൾ എത്രയോ നിസ്സാരക്കാരാണ്, മനുഷ്യൻ എത്രയോ ചെറുതാണ്, ആൻഡ് മനുഷ്യന്റെ പ്രശ്നങ്ങളും എത്രയൊക്കെ ചെറുതാണ്, അതുപോലെ തന്നെ ഈ ഭൂഗോളം അതും എത്രയോ ചെറുതാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. The physical conquest of mountain is only one part of the achievement. There is more to it than that. It is followed by a sense of fulfillment. There is the satisfaction of deep urge to rise above one's surroundings. It is eternal love for an adventure in man. The experience is not merely physical, it is emotional and it is spiritual. Conquest means conquering. The overcoming of physical barriers is only one bit of the accomplishment. The overcoming of physical barriers, അതായത് മുന്നോട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നത് മാത്രമാണ് ഈ എവറസ്റ്റ് കൊടുമുടി കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. There is a lot more to like the sense of accomplishment, the satisfying urge to rise above the current of circumstances. സാഹചര്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള ഒരു അക്കംപ്ലിഷ്മെന്റ്, അതായത് ഭൗതികമായിട്ടുള്ള തടസ്സങ്ങൾ മാത്രമാണ് എവറസ്റ്റ് കീഴടക്കാനുള്ളത്, അല്ലാതെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നാണ് ഓതർ ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ നെവർ എൻഡിങ് ഡിസയർ ഫോർ ആൻ അഡ്വഞ്ചർ ഇൻ എ പേഴ്സൺ. ഒരാളുടെ മനസ്സിലുള്ള അടങ്ങാത്ത സാഹസികതയുടെ ആഗ്രഹമാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്നുള്ളത്. സോ ദ എക്സ്പീരിയൻസ് ഈസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ബട്ട് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ടു. അപ്പോൾ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് കേവലം ശാരീരികം മാത്രമല്ല, ഭൗതികം മാത്രമല്ല, ഇറ്റ് ഈസ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. അതായത് അതൊരു വൈകാരികവും സ്പിരിച്വൽ ആത്മീയ തലത്തിലും ഉള്ളതാണ്. Consider a typical climb towards the summit of the last heights. You are sharing a rope with another climber. You fame he cuts the step in the hard ice. Then he billet. You inch your way up. The climb is grim. You strain every nerve as you took every step. Famous climbers have left a record of help given by others. They have also recorded how they just needed just that help. Else they might have given up. Breathing is difficulty. You curse yourself for having let yourself in for this. You wonder who you ever undertook the accent. There are light moments when you feel like going back. It would be sheer relief to go down instead of up.
But almost at once you snap out of that mood. There is something, in fact, that does not let you give up the struggle and you go on. Your companion keeps up with you. You just another 50, 100 or 100 maybe. You ask yourself, is there no end? You look at your companion and he looks at you. You draw inspiration from each other and then first being aware of it, you are at the summit. Fame, make yourself fame. Village fix a rope, grim harsh accent means climb. He begins evaluating a usual climb to a summit where you are sharing the rope with another climber. എന്താണ് ഹി ബിഗാൻ ഇവാലുവേറ്റിംഗ് യൂഷ്വൽ ക്ലൈം, അതായത് പതിവായിട്ടുള്ള ഒരു മലകയറ്റം അദ്ദേഹം എന്ത് ചെയ്യണം, ഒന്ന് വിലയിരുത്തുവാൻ തുടങ്ങി. യു ആർ ഷെയറിംഗ് യുവർ റോപ്പ് വിത്ത് അനദർ ക്ലൈംബർ. മറ്റൊരു പർവ്വതാരോഹനുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കയറുകൾ ഷെയർ ചെയ്യുന്നു. കാരണം കയറുകളൊക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മണ്ടയിൽ കയറുന്നത്. ആസ് യു മേക്ക് യുവർ സെൽഫ് ഫെയിം ഹി മൂവ്സ് അഹെഡ്. As he carries the hard ice with his feet, only further fix the rope to help you inch your way up. As you make yourself fame, നമ്മൾ തന്നെ സുരക്ഷിതരാണെന്ന് കരുതുക. He moves ahead. അദ്ദേഹം മുന്നിലേക്ക് പോകുന്നു. As he curves the hard ice only with his feet, only to further fix the rope to help you inch your way up. എന്താണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലൈംബ് ദാറ്റ് പുട്ട് പ്രഷർ ഓൺ എവരി നെർവ്സ് ആസ് യു ടേക്ക് എ സ്റ്റെപ്പ് forward. It is difficult to climb that put pressure on every nerve as you to take a step forward. മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ഓരോ നാഡികളിലും പ്രഷർ കൊടുത്ത് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. He mentioned how it has been recorded by some famous climbers for having taken a help from other recorded by some famous climbers for having taken a help from others and how it was the only thing they needed at the moment forwards. Else they would have given up. It is indeed very difficult to breathe at such high altitude and high cold temperature. അതായത് എന്താണ് ഈ ഐസ് മഞ്ഞ് കണങ്ങളിലൊക്കെ ചവിട്ടി അതായത് ഏത് മഞ്ഞ് കണങ്ങളിലും നമുക്ക് ശക്തിയായി ചവിട്ടാൻ പറ്റത്തില്ല, കാരണം മഞ്ഞാണ്, അത് ഇടിഞ്ഞു പോകും. അതുപോലെ തന്നെ എന്താണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്താണ് വലിയ ഉയരത്തിൽ എത്തുമ്പോഴത്തേനും നമുക്ക് എന്താണ് ശ്വാസം കിട്ടുവാനും തണുപ്പ് കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ് ഈസ് സോ ഹാർഡ് ദാറ്റ് യു കേഴ്സ് യുവർ സെൽഫ് ഫോർ സൈനിങ് അപ്പ് for this and you start questioning why you undertook it all at the first place. എന്താണ് ഈ ഒരു സമയങ്ങളിൽ ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ശപിക്കും. എന്തുകൊണ്ടാണ് എപ്പോഴാണ് നമ്മൾ എന്താണ് മലകയറ്റത്തിന് ഒരുങ്ങിയത്, ആ നിമിഷത്തെ നമ്മൾ ശപിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇറ്റ് pushes you to give up and the idea of going look back relieving at the moment. എന്താണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് മുന്നോട്ടുള്ള യാത്ര ഉപേക്ഷിച്ച് തിരിഞ്ഞു പോകാമെന്നുള്ള കാര്യവും ആളുകൾ ചിന്തിക്കുന്നത്. ദെൻ ഓൾമോസ്റ്റ് ഇൻസ്റ്റന്റ്ലി യു ആർ ഔട്ട് ഓഫ് ദ മൂഡ്. എന്താണ് നമുക്ക് അതിനോടുള്ള ഒരു മൂഡും ഒരു താല്പര്യവും നഷ്ടപ്പെടും. യു ഫീൽ സംതിങ് ഇൻ യുവർ സെൽഫ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു give up and you move on. Your companion is always there with you. As you climb and look at the distance left, you feel if there is no end. എന്താണ് മുമ്പോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ എന്താണ് ഇതിനൊരു അറ്റമില്ല, ഒരു അവസാനമില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പലർക്കും നിരാശരാകും. യു ആൻഡ് യുവർ കമ്പാനിയൻ ബോത്ത് ലുക്ക് അറ്റ് ഈച്ച് അതർ ഇൻ സെർച്ച് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ദെൻ സഡൻലി വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ് അറ്റ് ഫസ്റ്റ് യു ആർ ഓൾറെഡി അറ്റ് ദ സബ്മിറ്റ്. എന്താണ് ഇനി മറ്റൊരറ്റമില്ല എന്നുള്ളതും ഒരു പ്രചോദനത്തിന് വേണ്ടി പരസ്പരം നിങ്ങളുടെ കമ്പാനിയെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ എവിടെ എത്തും? സബ്മിറ്റിന്റെ കൊടുമുടിയുടെ ഉയരത്തിൽ എത്തും. Looking round for the summit, you tell yourself that it is worthwhile. Other silvery peaks appear through the clouds. If you are lucky, the sun may be on them. The surrounding peaks look like a jeweled necklace around the neck of your summit. Below you see vast valleys sloping into the distance. It is an enthralling, enriching experience to just look down from the summit of a mountain. You bow down and make your obeisance to whichever god you worship. Enbowing gives someone a noble rank or title. Obeisance a different respect. As you look around, once you reach the summit, you tell yourself that it is worth all struggle and hardship. You can see other peaks through the clouds, and if you are fortunate enough, there may be a sunlight of them. As you look around, once you reach the summit, നമ്മൾ സബ്മിറ്റിൽ എത്തിക്കഴിയുമ്പോൾ, കൊടുമുടിയുടെ ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ, യു ടെൽ യുവർ സെൽഫ് ദാറ്റ് ഇറ്റ് വാസ് വർത്ത് ഓൾ സ്ട്രഗിൾ ആൻഡ് ഹാർഡ്ഷിപ്പ്. നമ്മളെടുത്ത എല്ലാ ബുദ്ധിമുട്ടുകളും വളരെ നല്ലതായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നും. യു ക്യാൻ സീ അതർ പീക്സ് ത്രൂ ദ ക്ലൗഡ്സ്. മറ്റ് പീക്കുകളുടെ ക്ലൗഡ്സിൽ മറ്റ് പീക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇഫ് യു ആർ ഫോർച്ചുനേറ്റ് ഇനഫ്, നമുക്ക് മതിയായ ഭാഗ്യമുണ്ടെങ്കിൽ ദെയർ മേ ബി സൺലൈറ്റ് ഓൺ ദം, അതിൽ എന്ത് ചെയ്യുന്നു? സൺലൈറ്റ് കാണും. ദ പീക്സ് നിയർ ബൈ ലുക്ക് ആസ് എ ജുവൽഡ് നെക്ലേസ്.
അവിടെ എന്താണ് ഒരു ജുവൽഡ് നെക്ലേസ് ഉണ്ടായിരിക്കും അറൗണ്ട് എ നെക്ക് ഓഫ് യുവർ സബ്മിറ്റ്. ആസ് യു ലുക്ക് ഡൗൺ യു ക്യാൻ ലുക്ക് അറ്റ് ദ വാസ്റ്റ് വാലീസ് ഫ്രം എ ഡിസ്റ്റൻസ്. ടു ലുക്ക് ഡൗൺ ഫ്രം എ സബ്മിറ്റ് ഓഫ് എ mountain is an honorable and enhancing experience. As you are on the top of mountain, you bow down and pay your respect to whichever god you worship. നമ്മൾ കൊടുമുടിയുടെ ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ തല കുനിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലാണോ ആ ദൈവത്തിന് നമ്മൾ കൃതജ്ഞത അർപ്പിക്കും. I left on Everest a picture of Guru Nanak. Rawat left a picture of goddess Durga. Fudorji left a relic of Buddha. Edmund Hillary buried a cross under a cane, a heap of rocks and stands in the snow. There are not symbols of the conquest but of reverence. The experience of climbing the summit changes you completely. Relic, artifact, and then reverence, deep respect for someone, for something. On Everest, the author left a picture of Guru Nanak. എവറസ്റ്റിന് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഗുരു നാനാക്കിന്റെ ചിത്രം ഓഥർ അവിടെ നിക്ഷേപിച്ചു. ഹിസ് ഫെലോ ക്ലൈംബേഴ്സ് റാവത്ത് ആൻഡ് ഫുദോർജി ലെഫ്റ്റ് പിക്ചേഴ്സ് ഓഫ് റിലിക്സ് ഓഫ് ഗോഡസ് ദുർഗ. ദുർഗയുടെ ഒരു ലോക്കറ്റ് പോലുള്ള ഒരു സംഭവം, ദുർഗാദേവിയുടെ ലോക്കറ്റ് പോലുള്ള ഒരു സംഭവം അദ്ദേഹം അവിടെ നിക്ഷേപിച്ചു. ആൻഡ് ബുദ്ധ റെസ്പെക്ട്ലി. എഡ്മണ്ട് ഹിലാരി ബിൽറ്റ് എ ക്രോസ് അണ്ടർ ദ ഹീപ്പ് ഓഫ് റോക്ക് ഇൻ ദ സ്നോ. മഞ്ഞിന്റെ അടിയിലുള്ള പാറകഷ്ണങ്ങളിൽ എഡ്മണ്ട് ഹിലാരി ഒരു കുരിശ് സ്ഥാപിച്ചു. He mentioned that these are not symbols of accomplishment but respect and admiration. ഇതൊക്കെ എന്താണ്? He mentioned that they are not symbols of accomplishment but of respect and admiration. ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സൂചനയായിട്ടാണ് അദ്ദേഹം ഇതിനെ കണക്കാക്കിയത്. This is because the experience of having climbed the summit changes you completely. എന്താണ്? സബ്മിറ്റ് കയറി മുകളിലെത്തുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും നമ്മളെ മാറും. There is another summit. It is within yourself. It is your own mind. Each man carries with himself his own mountain peak. He must climb it to reach the fuller knowledge of himself. It is fearful, unscalable. It cannot be climbed by anyone else. You yourself have to do it. The physical act of climbing the summit of mountain outside the akin to the act of climbing the mountain within. The effect of both the climbs are the same. Whether the mountain you climb is physically or emotional and spiritual, the climb will certainly change you. It teaches you much about the world and about yourself. Akin, similar pain. He talks about another summit, the summit with one's own mind. അദ്ദേഹം എന്ത് ചെയ്യുന്നു, മറ്റൊരു സബ്മിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ സബ്മിറ്റ് എന്ന് പറയുന്ന കൊടുമുടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ഒരു കൊടുമുടിയാണ്. He further explained how there is a mountain peak with each person's mind and how he must climb it to attain complete awareness of oneself. ഒരാളെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ മനസ്സെന്ന കൊടുമുടി കീഴടക്കണം ആദ്യമേ. It is fearful and cannot be measured. അത് വളരെ മനസ്സെന്ന് പറയുന്ന കൊടുമുടി വളരെ ഭയാനകവും അളക്കാൻ സാധിക്കാത്തതുമാണ്. Moreover, no one expects you can climb it. എന്താണ്? അത് നമുക്ക് മാത്രമേ കീഴടക്കാൻ, നമ്മുടെ മനസ്സിനെ കീഴടക്കുവാൻ നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ. He further explains how physically climbing a mountain is similar to climbing the one within. ഒരു മല കയറുന്നത് പോലെ തന്നെയാണ് എന്താണ് നമ്മുടെ മനസ്സിന്റെ കൊടുമുടിയും കയറുന്നത്. എഫക്ട് ഓഫ് ബോത്ത് ദീസ് ക്ലൈംസ് ആർ ഓൾസോ സെയിം. എന്താണ്? ഈ രണ്ടു മലകയറ്റത്തിന്റെയും മൗണ്ട് എവറസ്റ്റ് കയറുന്നതിന്റെയും നമ്മുടെ മനസ്സെന്ന കൊടുമുടി കയറുന്നതിന്റെയും ഫലം ഒന്ന് തന്നെയാണ്. ഇറ്റ് ചേഞ്ചസ് യു കംപ്ലീറ്റ്ലി ഇറസ്പെക്റ്റീവ് ഓഫ് നേച്ചർ ഓഫ് ക്ലൈംബിംഗ് ബീങ് ഫിസിക്കൽ, ഇമോഷണൽ ഓർ സ്പിരിച്വൽ. ഇറ്റ് ടീച്ചസ് യു ലോട്ട് അബൌട്ട് ദ വേൾഡ് അറൌണ്ട് യു ആൻഡ് ദ വൺ ഇൻസൈഡ് യു. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെയും ലോകത്തെയും നമുക്ക് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കും. ഐ വെഞ്ചർ ടു തിങ്ക് ദാറ്റ് മൈ എക്സ്പീരിയൻസ് ആസ് ആൻ എവറസ്റ്റർ ഹാസ് പ്രൊവൈഡ് മീ വിത്ത് ദ inspiration of face life of Odell's Resolute. Climbing the mountain was a worthwhile experience. The conquest of the internal summit is equally worthwhile. The internal summit are perhaps higher than Everest. Odell's means painful experiences. Resolute with determination or firmness. The author goes among thinking that his experience as an Everester had given him both strength and inspiration. Everester എന്ന നിലവിൽ എന്താണ് അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയും ഇൻസ്പിറേഷൻ പ്രചോദനവുമായിരുന്നു. ടു ഡീൽ വിത്ത് ലൈഫ്സ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആൻഡ് ഫേംനെസ്. ജീവിതത്തിലെ വിഷമങ്ങളെ ശക്തിയോടെ നേരിടുവാനുള്ള ഒരു വലിയ അനുഭവമാണ് എവറസ്റ്റ് കീഴടക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത്. ജസ്റ്റ് ലൈക്ക് ക്ലൈംബിംഗ്, എവറസ്റ്റ് വാസ് എ വർത്ത് വൈൽ എക്സ്പീരിയൻസ്. കോൺകറിംഗ് ദ സബ്മിറ്റ് വിത്തിൻ ഈസ് ഈക്വലി വർത്ത് വൈൽ. എവറസ്റ്റ് വാസ് എ വർത്ത് വൈൽ എക്സ്പീരിയൻസ്. എവറസ്റ്റ് കീഴടക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു. കോൺകറിംഗ് ദ സബ്മിറ്റ് വിത്തിൻ ഈസ് ഈക്വലി വർത്ത് വൈൽ. മോറോവർ, ഇന്റേണൽ സബ്മിറ്റ്സ് ആർ ഹയർ ദാൻ ഫിസിക്കൽ സബ്മിറ്റ് ഓഫ് എവറസ്റ്റ്. അതായത് മോറോവർ ഇന്റേണൽ സബ്മിറ്റ്സ് ആർ ഹയർ ദാൻ ഫിസിക്കൽ സബ്മിറ്റ് ഓഫ് എവറസ്റ്റ്.
എന്താണ്, എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാൾ വലിയ പാടാണ് തങ്ങളുടെ മനസ്സെന്ന കൊടുമുടിയെ കീഴടക്കുക എന്ന് പറയുന്നു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ ആൻഡ് this note of this chapter, question answer of this chapter will be given after your examination. You have to study well for your examination. In your examination question paper you have a reading comprehension, letter writing. It is very easy that you have studied it earlier in the classes. So well prepare and well perform in your examination. Thank you.